അമൃതവേണി ലൈവ് സ്കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രഫ് 15 ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃതവേണി ഡാൻഡ്രഫ് ക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ച. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.27% പോളിംഗ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.06% പോളിംഗ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. വനിതാ സംവരണ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റ് സംവരണം ചെയ്യുന്ന നിയമമാണ് ഇത്. ബിൽ പാസാക്കാൻ എല്ലാ എംപിമാരുടെയും പിന്തുണ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. അമേരിക്ക ഇറാൻ സമാധാന ചർച്ച നാളെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെ ഏത് നിമിഷവും യുദ്ധമെന്ന ഭീഷണി ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഇറാൻ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നു. ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തി. അമേരിക്ക സൈന്യത്തോട് മേഖലയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആചാരങ്ങൾ പാലിക്കണമെന്നും അവിശ്വാസിക്കും മതപരമായ വിഷയങ്ങൾ കോടതിക്ക് മുൻപിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം പരിഗണിക്കവെയാണ് 9-അംഗം ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജിയും ഇതേ നിരീക്ഷണത്തെ പിന്തുണച്ചു. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്വന്തം ഫേസ്ബുക്ക് പേജുകളിൽ കുറിച്ചു. ഉയർന്ന വോട്ടിംഗ് ശതമാനം LDFന് അനുകൂലമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വോട്ടുകൾ ഭൂരിഭാഗവും ഉച്ചയ്ക്ക് മുൻപ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതേസമയം UDF തരംഗമാണെന്നും 100-ലേറെ സീറ്റ് നേടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെട്ടു. പാലക്കാട് ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് BJP സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. BJP സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി V മുരുകദാസിന് വോട്ട് ചെയ്യണമെന്ന പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് ഫലം എന്താകും, എങ്ങനെയാകുമെന്നറിയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം ഒന്നും പറയാൻ പറ്റാത്ത തെരഞ്ഞെടുപ്പാണ്. എല്ലാ കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് കേരള പോലീസ് പൂട്ടിച്ചെന്ന് തൃക്കാക്കര NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. വാ മൂടിക്കെട്ടിയിരിക്കില്ലെന്നും പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്ന സൈബർ ഡിപ്പാർട്ട്മെന്റിലെ ഏതവനായാലും കോടതി കയറ്റുമെന്നും അഖിൽ മാരാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് എറണാകുളം, പാലക്കാട് സ്വദേശികൾ ഹർജി നൽകി. ലിംഗസ്വത്വം സ്വയം പ്രഖ്യാപിക്കാനുള്ള അവകാശം വേണമെന്നാണ് വാദം. ആസാം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനത്തിൽ വൻ വർധന. ആസാമിൽ 84.42%, പുതുച്ചേരിയിൽ 86.92% പോളിംഗ്. BJP ഭരണം നിലനിർത്താനും കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കാനും ശക്തമായ പോരാട്ടത്തിലാണ്. മുംബൈ ബാരാമതി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും അന്തരിച്ച NCP നേതാവ് അജിത് പവാറിന്റെ ഭാര്യയുമായ സുനേത്ര പവാർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ജനുവരി 28-ന് ബാരാമതി വിമാനത്താവളത്തിൽ ചാർട്ടേഡ് വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ അജിത് പവാർ അന്തരിച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്.
ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന അദ്ദേഹം മകൻ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം. ബിജെപി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൌധരി ബീഹാർ മുഖ്യമന്ത്രിയാക്കും. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ബഹുരാഷ്ട്ര കമ്പനിയിലെ വനിതാ ജീവനക്കാർ ലൈംഗിക പീഡന പരാതി നൽകിയതിനെ തുടർന്ന് ഒരു ടീം ലീഡർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായി. കഴിഞ്ഞ 4 വർഷമായി പീഡനമുണ്ടെന്ന് പോലീസ്. ലൈംഗിക പീഡനം, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇവർക്കെതിരെ 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. US സൈന്യം ഇറാന് സമീപം തുടരുമെന്നും അടുത്ത അധിനിവേശത്തിനായി തയ്യാറെടുക്കണമെന്നും US സൈന്യത്തോട് ട്രംപ് ആവശ്യപ്പെട്ടു. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഈ നിലപാട് വെളിപ്പെടുത്തിയത്. ഇറാനിൽ അമേരിക്കൻ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരത്തുക ഈടാക്കുമെന്നും ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി. കുവൈറ്റിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഹാർട്ട് സൈറ്റിലാണ് ഡ്രോൺ ആക്രമണം നടന്നത്. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കുള്ള ജസീറ എയർവേസ് സർവീസുകൾ മെയ് 15 വരെ റദ്ദാക്കി. ഹോർമുസ് കടലിടുക്ക് വഴി പ്രതിദിനം 15 കപ്പലുകൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ അനുമതി നൽകൂവെന്ന് ഇറാൻ. ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റഷ്യയുടെ വാർത്താ ഏജൻസി ടാസിന്റേതാണ് റിപ്പോർട്ട്. യുദ്ധത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ഭീഷണിപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ. പെന്റഗൺ ഉദ്യോഗസ്ഥർ വത്തിക്കാൻ പ്രതിനിധിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനാൽ മാർപ്പാപ്പയുടെ US സന്ദർശനം റദ്ദാക്കിയേക്കുമെന്നാണ് വാർത്ത. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ആഗോള എണ്ണവില ഉയർന്നത് റഷ്യയ്ക്ക് വൻ സാമ്പത്തിക നേട്ടമായി. ഏപ്രിലിൽ മാത്രം റഷ്യയുടെ എണ്ണ വരുമാനം ഇരട്ടിച്ച് $900 കോടി ഉപരോധങ്ങളെ മറികടന്ന് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉയർന്ന വിലയ്ക്ക് എണ്ണ വിൽക്കുകയാണ് റഷ്യ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഒമാൻ സുൽത്താനേറ്റ് സ്വാഗതം ചെയ്തു. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളെ ഒമാൻ അഭിനന്ദിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ യുദ്ധവിരാമം വേണമെന്ന് ഒമാൻ വ്യക്തമാക്കി. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും പതാക ഉയർത്തണമെന്ന് ദുബായ് ഭരണാധികാരിയുടെ നിർദ്ദേശം. പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന നിർദ്ദേശത്തോടെയാണ് അദ്ദേഹം എക്സ് അക്കൌണ്ടിൽ ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ഇറാൻ യുദ്ധത്തിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ചകൾ നാളെ നടക്കുന്ന പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുരക്ഷിതമാക്കാൻ സഹായിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള എണ്ണ പ്രവാഹം തടസ്സപ്പെടുകയും വില കുത്തനെ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്തുണ പ്രഖ്യാപനങ്ങൾ പോരെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെ പാകിസ്ഥാനെ വിശ്വാസമില്ലെന്ന് ഇസ്രയേൽ. പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റുവൻ അസർ പറഞ്ഞു. അമേരിക്ക വൈകാതെ തന്നെ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് ചൈനീസ് അക്കാഡമിക് വിദഗ്ധനായ ജിയാങ് ഷുക്കിൻ. നേരത്തെ അദ്ദേഹം നടത്തിയ പ്രവചനം യാഥാർത്ഥ്യമായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തൽ. ഓർത്തഡോക്സ് ഈസ്റ്റർ പ്രമാണിച്ച് യുക്രൈൻ അഭ്യർത്ഥിച്ചതിനനുസരിച്ചാണ് വെടിനിർത്തലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എന്നാൽ യുക്രൈൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 3 വിക്കറ്റിന്റെ വിജയം. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 182 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിലാണ് ലക്നൌ മറികടന്നത്. മുൻനിര തകർന്നപ്പോൾ 27 പന്തിൽ 54 റൺസുമായി പുറത്താകാതെ നിന്ന മുകുൾ ചൌധരിയാണ് ലക്നൌവിന്റെ വിജയശില്പി. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ആതിഥേയർക്ക് വേണ്ടി 45 റൺസ് എടുത്ത ആംക്രിഷ് രഘുവംശി ടോപ്പ് സ്കോററായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.